നല്ല കട്ടി തേങ്ങാപ്പാലില് കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറി. അപ്പം എങ്ങനെയാ റെസിപ്പി നോക്കല്ലേ, ഉണ്ടാക്കിക്കോട്ടാ. ചെമ്മീൻ ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും ഇഞ്ചി ചതച്ചതും ഇതിൻ്റെ അളവ് താഴെ എഴുതാട്ടാ. കറിവേപ്പിലി, പച്ചമുളകും, തക്കാളി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, നല്ല പച്ച വെളിച്ചെണ്ണ, അതെല്ലാം കൂടി നല്ല രീതിക്കുള്ള ഞരടി എടുത്തോട്ടാ. ആ ഞരടലിലും ഉണ്ട് ഒരു രുചി എന്ന് പറയണത്. 1.5 കപ്പ് നാളികേരം ചെരിതെടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടേ ആദ്യം നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതാ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊടംപുളി, അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് പുളി മുന്തി നിൽക്കുന്നത് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ആദ്യം ചേർത്തു, വീണ്ടും 1 കഷ്ണം കൂടി ചേർത്തു. കറി നല്ലപോലെ കിടന്നുണ്ട് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നല്ലപോലെ കിടന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മറ്റേ കട്ടി തേങ്ങാപ്പാൽ, അതും കൂടി ഒഴിച്ച് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. സംഭവം നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചട്ടിയിലായതുകൊണ്ട് തന്നെ ആ ചൂടുകൊണ്ട് തന്നെ കുറച്ചുകൊണ്ട് തിളച്ചോളും. അപ്പോഴേ ലാസ്റ്റ് നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും മറ്റുള്ള കൂടി താളിച്ചൊഴിക്കാൻ മറക്കല്ലേ. അതിൻ്റെ രുചി ഒന്ന് വേറെ ലെവലാണേ. അപ്പോൾ ചോറിലൊഴിച്ചതാ പെട്ടച്ചു, ഒരു പെട്ട കണ്ട് പെട്ടച്ചു.